ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് റമളാൻ 12 വിശേഷങ്ങളാണ് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ പുലർച്ചെ 4 മണിക്ക് എണീറ്റിട്ട് ഞാനിതാ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മക്കളെ ചോറൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. പിന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ എക്സസൈസും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കാരണം മുഴുവനായിട്ട് അസുഖം മാറിയിട്ടില്ല. അതായത് ജലദോഷവും ചുമയും പനി അതൊന്നും മുഴുവനായിട്ട് മാറിയിട്ടില്ല. എങ്കിലും സാധിക്കുന്നത് പോലെ നോമ്പ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ നോമ്പ് എടുക്കാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ നോമ്പ് പിന്നീട് വീട്ടാമെന്ന് കരുതിയിട്ട് നോമ്പ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള ആ ഒരു സമയമൊന്നും കിട്ടിയെന്നും വരില്ല. ചിലപ്പോൾ മടിയായി പോകും ചില സമയങ്ങളിൽ. അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് അങ്ങനെ എടുക്കാമെന്ന് കരുതിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്താഴമൊക്കെ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാനിതാ വെള്ളം കലക്കിയെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തനിമോള് വന്നിട്ട് ഓരോന്ന് ഒപ്പിക്കുന്നുണ്ട്. തനിമോള് ആ ഗ്ലാസിൻ്റെ മഗ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ വേഗം എടുത്ത് മുകളിലോട്ട് കയറ്റി വെക്കുക ചെയ്തത്. അല്ലെങ്കിൽ അത് വീണിട്ടുള്ള പണിയായേനെ. അങ്ങനെ ഞാനിന്ന് മുഴുവനും കിടപ്പിലായിരുന്നു. അതായത് രാവിലെ ഉച്ചയ്ക്ക് ചോറ് വെച്ചു കേട്ടോ. കുട്ടികൾക്കൊക്കെ ചോറ് വെച്ചിട്ട് ഞാൻ നേരെ പോയി കിടന്നിട്ട് ഒരു 4 മണിക്കാണ് ഞാൻ എണീറ്റത് കേട്ടോ. ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടാകും. അസർ ബാങ്ക് കൊടുത്തതിന് ശേഷം എണീറ്റ് ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതാ കിച്ചണിലോട്ട് വന്നിരിക്കുന്നത്. നല്ല തലവേദന ഉണ്ടായിരുന്നു. അത് ജലദോഷത്തിൻ്റെയാണ്. അപ്പോൾ കുറച്ച് നേരം എന്തായാലും ഉറങ്ങിക്കഴിഞ്ഞ് ഒന്ന് ഉഷാറാവുമായിരിക്കും കരുതിയിട്ട് ഒന്ന് കിടന്നതാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞത് ആ കിച്ചണിലോട്ട് വന്നു. വെള്ളമൊക്കെ ഒന്ന് കലക്കി വെച്ചു. ഉമ്മാക്കുള്ള നാരങ്ങ വെള്ളവും എനിക്കുള്ളതും ഒക്കെ കലക്കി വെച്ചു. എന്നിട്ട് ഇതാ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രൂട്ട്സിന് മുന്തിരിയൊന്നും എടുക്കുന്നില്ല. അല്ലെങ്കിൽ വയ്യാത്തതായതുകൊണ്ട് മുന്തിരി ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തനിമോൾ ഇരുന്ന് കഴിക്കും. അവൾക്കും ജലദോഷമൊക്കെ ഉള്ളതാണ്. അപ്പോൾ മുന്തിരി ഞാൻ എടുത്തില്ല. ആപ്പിളും അതുപോലെ 2 കൊയ്യാക്ക ഉണ്ടായിരുന്നു. അതും ഒരു ഓറഞ്ച് എടുത്തു. അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഓരോന്ന് വീതം എടുത്തു. ആപ്പിൾ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കേടായിട്ടുണ്ടായിരുന്നു. കേട് വന്ന പോലെയുണ്ട്. ഉള്ളൊക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ഉള്ളിലുള്ളതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ഓർമ്മ മധുരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിൽ. അതുപോലെ തന്നെ എനിക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വേഗം അതൊന്ന് കലക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉമ്മാക്കുള്ളതിന് മധുരം ഇട്ടു. എനിക്കുള്ളത് ഞാൻ വേറൊരു ഗ്ലാസ്സിലോട്ടാക്കിയിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് ഞാനിതാ ബാങ്ക് കൊടുക്കാൻ എപ്പോഴേക്കും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തനിമോളും റയമോളും വന്നിട്ട് ഞാൻ വെക്കുന്നതിനൊപ്പം വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അതിൽ റയമോൾ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് ഓരോന്ന് ഇടയിൽ ഓരോന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ നോമ്പ് തുറക്കാനായിട്ട് പോവാണ്. പിന്നെ അതാ തനിമോള് പിന്നെ ഓറഞ്ചിൻ്റെ ആളാണ് കേട്ടോ. ഓറഞ്ച് എടുക്കും, പക്ഷെ അതത് കഴിക്കലില്ല. ഓറഞ്ച് ജസ്റ്റ് കടിച്ചിട്ട് അവിടെ ഇടുകയാണ് ചെയ്യുക കേട്ടോ. അവൾക്ക് ഓറഞ്ച് കറക്റ്റായിട്ട് കഴിക്കാനും അറിയില്ല. എന്നാൽ ഓറഞ്ച് വേണമായിരുന്നു, അതാണ് സ്വഭാവം. അതുകൊണ്ട് അവൾക്ക് ഒന്ന് മാത്രം കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ റയമോളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് വാങ്ങുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റയമോൾക്ക് മോള് കൊടുക്കുന്നില്ല, ഒന്ന് മാത്രമേ കൊടുത്തുള്ളൂ. എനിക്ക് ചോദിച്ചപ്പോൾ 2 തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് വാങ്ങി കഴിച്ചു കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ അവൾ വെറുതെ നാശാക്കി കളയും. അതുകൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ നോമ്പ് തുറന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയി. അപ്പോൾ 2 പേരും കൂടി ഇവിടെ നല്ല ബഹളമാണ്. 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, തല്ലുന്നുണ്ട്, കുത്തുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പറിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ തമാശയ്ക്ക് ചെയ്യുന്നതാണ്. കാര്യമായിട്ടൊന്നും കരച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് നിന്നത് കേട്ടോ. ദോശയും ചട്നി ഉണ്ടാക്കാനായിട്ട് നിന്നത്. അപ്പോൾ ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി കഴിഞ്ഞപ്പോഴാണ് തനിമോള് വന്നത് കേട്ടോ. തേങ്ങ ചിരവുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ചിരവ് എടുത്ത് വെക്കണ്ടെന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചിരവ് വാങ്ങിയിട്ട് ഇരുന്ന് ചിരവുന്ന സീനാണ് കേട്ടോ. പിന്നെ തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്ന് കഴിച്ചോളൂ അവൾ. തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്, തേങ്ങ ചിരവിയത്.
എനിക്കാണിച്ച ചിരവാൻ ഭയങ്കര മടിയാണ് അതിന്. അപ്പോൾ ഞാൻ കുറച്ച് കൊടുത്തിട്ട് ബാക്കി തേങ്ങ മാറ്റി വെച്ചു, മുകളിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ തനിമോൾക്ക് കഴിക്കാനായിട്ട് അവൾ ഇരുന്ന് ചിരകുന്നതാണ് കേട്ടോ. എന്നിട്ട് ചിരവയിലൊന്നും തോണ്ടുന്നുണ്ട്, അതൊന്ന് മാന്തി കഴിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇരുന്നിട്ട്. ഇനിയിപ്പോൾ ഞാൻ ചട്നിക്കുള്ളതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് അരയ്ക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും അതുപോലെ ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറുന്നനെ ഒന്ന് അടിച്ചെടുക്കാമെന്ന് കരുതി. എപ്പോഴും വെള്ളം പോലെയാണ്, ലൂസാക്കിയിട്ടാണ് ഞാൻ അടിച്ചെടുക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടൈറ്റ് ആക്കിയിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. കാരണം ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റായി പോകും. കാരണം നമ്മൾ ഈ സമയത്ത് മാത്രമേ കഴിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചട്നിയൊക്കെ പൊളിച്ചു പോകുമല്ലോ. ഞാൻ കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ താളിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ദോശ ചുടാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ദോശ ചുടാനായിട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ട്രൈപോഡ് പണിമുടക്കിയത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഫോൺ വെച്ച് കഴിഞ്ഞാൽ തെറിച്ച് പോവുകയാണ്. അതിൻ്റെ ഒരു പിടുത്തുണ്ട്, അതൊന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ക്ലിപ്പൊന്ന് വേറെ വാങ്ങണം. എന്നിട്ട് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുവരെ ഞാൻ ചെറിയ ട്രൈപോഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നേരാക്കി ഒക്കെ കറക്റ്റാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പൗസാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാതിരുന്നത്. ഒക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ റെക്കോർഡായെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു പരിപ്പ് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാമെന്ന് കരുതി. സാമ്പാർ പൊടി ഇട്ടിട്ട് രാത്രിക്കൾക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് പരിപ്പ് അടുപ്പത്തോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രിക്കൾക്ക് മുസ്കാക്കുള്ള കറിയുമായി. മിക്ക ദോശ കഴിക്കില്ല, എന്തായാലും ചോറ് തന്നെ വേണം. അപ്പോൾ ചെറുതായി ഒരു കറി ഉണ്ടാക്കുകയാണ്. അങ്ങനെ കറിയൊക്കെ വെച്ചതിന് ശേഷം ഞാനിതാ പുട്ട് കഴിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തനിമോൾക്ക് പുട്ട് വാരി കൊടുക്കാൻ നിന്നപ്പോൾ ഞാൻ ദോശയും ചുട്ടിട്ടുണ്ടായിരുന്നു, പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ദോശമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് എനിക്ക് ഒരു കഷ്ണം പുട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറ്റി പുട്ട് ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം ഞാനെടുത്തു, തനിമോൾക്ക് ഒരു ചെറിയൊരു കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുട്ടും ചട്നിയും അതുപോലെ കുറച്ച് ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. ചിക്കൻ കറി അയൽവാസി തന്നതാണ് കേട്ടോ. അപ്പോൾ ചട്നിയും പുട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കാത്തവരാണെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് തുണികൾ നിറയെ മടക്കാനുണ്ടായിരുന്നു റൂമിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയെടുക്കണം. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ സഹായിക്കാനായിട്ട് തനിമോൾ വന്നിട്ടുണ്ട്. തനിമോൾ സഹായിക്കുകയല്ല ചെയ്യുന്നത്, ഉപദ്രവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ മടക്കി വെച്ച തുണികളെയൊക്കെ വലിച്ചിട്ടിട്ട് താഴെ ഇട്ടിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് തുണികൾ അവളോട് മടക്കാനായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോഴാണ് എല്ലാം വലിച്ചിടുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.